നമസ്കാരം. നിങ്ങളൊരു രസകരമായിട്ടുള്ള കാര്യം കേൾക്കണം. ഈ സംഭവം കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കേൾപ്പിക്കാമെന്ന്. നമ്മുടെ നെയ്യാറ്റിൻകരയിൽ സമാധി ഇരുന്ന ഗോപൻ സ്വാമി ഉണ്ടല്ലോ. അപ്പൊ ഗോപൻ സ്വാമി ആരെ കൂട്ടാണ്, ആരെ വെച്ചിട്ടാണ് ഈ ഗോപൻ സ്വാമിയെ കമ്പയർ ചെയ്യുന്നതെന്ന് അറിയാമോ മക്കള്? നമ്മുടെ ശബരിമലയിൽ ഇരിക്കുന്ന ശ്രീ അയ്യപ്പ സ്വാമിയുമായിട്ട്. അയ്യപ്പ സ്വാമി എങ്ങനെയാണോ സമാധി ഇരുന്നത് അതേപോലെയാണ് അത്രേ ഗോപൻ സ്വാമി സമാധി ഇരുന്നത്. അതേപോലെ ഗോപൻ സ്വാമി ഇപ്പൊ ദൈവമാണ്, ചൈതന്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, എല്ലാവരുടെ അച്ഛനും അമ്മയും അവർക്ക് ദൈവമാണ്. അപ്പം ഗോപൻ സ്വാമി അവർക്ക് ദൈവമാണ് അത്രേ. സത്യമാണ്, അവർ അച്ഛനും അമ്മയാണ്, അല്ലെങ്കിൽ അവരുടെ അച്ഛനാണ്. അവർ സമാധി ഇരുത്തുകയോ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അപ്പം അവർക്ക് അത് ദൈവമായതുകൊണ്ട് തന്നെ, അവരുടെ അച്ഛൻ ദൈവമായതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരും ആ ദൈവത്തെ പോയി പൂജിക്കണം അത്രേ, പ്രാർത്ഥിക്കണം അത്രേ. ഏതായാലും ഞാൻ വീഡിയോ കാണിച്ചു തരാം. വിശ്വാസികൾ എന്തായിരുന്നാലും എത്താതിരിക്കില്ല. ഇടയിൽ ഇങ്ങനെ 1, 2 ഇങ്ങനെ 4, 5 ഇങ്ങനെ വിശ്വാസികൾ വന്നുകൊണ്ടേയിരിക്കും. ജീവസമാധിയുടെ പ്രാധാന്യം അറിയുന്നവരാണ് അത് വരുന്നത്. നമ്മുടെ പളനിമലയിലെ ഫോക്കർ സിത്തറുടെ ജീവസമാധി ഉണ്ട്. അയ്യപ്പ സമാധിയാണല്ലോ, നമ്മുടെ ശബരിമല അയ്യപ്പ സമാധിയാണ്. ആണല്ലേ? പിന്നെ അഗസ്ത്യരല്ലേ അതിന്റെ സമാധി ചടങ്ങുകൾ ചെയ്തത്. അതെ തന്നെ. അത് ആരുടെ സമാധിയാണ്? ശബരിമല അയ്യപ്പൻ, ധർമ്മശാസ്ത്രത്തിന്റെ അയ്യപ്പൻ സാക്ഷാൽ അയ്യപ്പന്റെ സമാധിയാണ്. നമ്മുടെ അഗസ്ത്യരുടെ സമാധി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലല്ലേ? അഗസ്ത്യരുടെ സമാധി അത് തന്നെ. നമ്മുടെ അഗസ്ത്യരാണ് ആ ചടങ്ങാണ് നടത്തിയത്, അയ്യപ്പന്റെ സമാധി. അതെ. പോയിട്ട് വരും. എന്നിട്ട് എന്തറിയാമോ, ജീവിക്കുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കള്. അതാണ്. അതായത് പാവപ്പെട്ട എന്റെ ഒരു അമ്മയെ കളിയാക്കണം. എന്നിട്ട് ഗോപൻ സ്വാമി സമാധിയായി. ഇനി ഗോപൻ സ്വാമി ഈശ്വരനാണ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ അച്ഛനും അമ്മ എനിക്ക് ഈശ്വരൻ തന്നെയാണ്. അതുപോലെ എല്ലാവരുടെയും അച്ഛനും അമ്മയും അവർക്ക് ഈശ്വരൻ തന്നെയാണ്. സമാധി ഒരു ദൈവം, 4ാം ഭാവമാണ് ഈശ്വരൻ. സമാധിയാകുന്നതിന് മുമ്പ് ഈശ്വരനാണ്. പിന്നെ തീർച്ചയായിട്ടും അതായത് എല്ലാവരുടെയും അച്ഛനും അമ്മയും എല്ലാം ഈശ്വരൻ തന്നെയാണ്. അവർക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല. കേട്ടല്ലോ, ഭക്തിയെ അന്ധവിശ്വാസമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ബിസിനസ്. ഒരുപാട് ആൾക്കാരാണ് ആ ഒരു വേയിലേക്ക് ബിസിനസ് തള്ളി നീക്കി വലിയ കാശുണ്ടാക്കുന്നത്. കോടിക്കണക്കിന് കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ തലയ്ക്കകത്ത് കയറ്റി അത് വിശ്വസിച്ചിരിക്കുന്ന കുറേ പൊട്ടന്മാർ. അവർക്ക് ഇഷ്ടം പോലെ കാശും ഉണ്ടായിരിക്കും. പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകത്തില്ല. എനിക്കൊന്നും കൂടുതലും കാശുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് കാശുണ്ട്, കാശ് ചെലവാക്കാനുണ്ട്, കാശ് കൊണ്ട് കളയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ വിശ്വസിച്ച് അതിൻ്റെയൊക്കെ പുറകിൽ പോയി അവിടെ കൊണ്ടുപോയി കാശൊക്കെ അങ്ങ് നിക്ഷേപിക്കും. അപ്പം അത്തരക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോപൻ സ്വാമിയെ പോയി പ്രാർത്ഥിക്കൂ, നല്ലപോലെ തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടും, ജോലിയൊക്കെ കിട്ടും, എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിലുണ്ടാകും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളങ്ങ് പറഞ്ഞാൽ പോരെ. എല്ലാ ബിസിനസ്സിലും അവരവരുടേതായിട്ടുള്ളൊരു മുദ്രാവാക്യമുണ്ട്. ഓരോ കമ്പനിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു മുദ്രാവാക്യമുണ്ട്. അതേപോലെ ഇവരുടെ മുദ്രാവാക്യമാണ് വരൂ, പ്രാർത്ഥിക്കൂ, തടസ്സങ്ങൾ നീക്കൂ, സുഖം. എല്ലാവർക്കും എന്നാൽ പിന്നെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ. ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ദൈവത്തെ, ആൾ ദൈവത്തെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വയം സമാധിയായി സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന ആൾക്കാരെയൊക്കെ പോയി കണ്ടാൽ മതിയല്ലോ. പിന്നെ ഈ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ഇങ്ങനെ ദൈവങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്? ദൈവങ്ങൾക്ക് തടയാനുള്ള ശക്തി ഉണ്ടല്ലോ, എന്തുകൊണ്ട് ദൈവങ്ങൾ തടയുന്നില്ല? ജീവനോടെ ഇരിക്കുന്ന ദൈവങ്ങളെയും കൊണ്ട് അങ്ങ് തട്ടിയിട്ട് മുട്ടിയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ദൈവങ്ങളാണ് നമ്മുടെ നാട്ടിൽ, ഒരു രക്ഷയില്ല. ഇനി അടുത്ത ദൈവം, ഈ ദൈവത്തെ നമ്മൾ തന്നെ ചുമക്കണം. നമ്മളല്ല ചുമക്കുന്നത്, ചുമക്കാൻ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ചുമക്കാൻ. ഇപ്പൊ തന്നെ പതിയ രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഇവരുടെ ഫാമിലിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓ പാവങ്ങളാണല്ലോ, ഒരു സഹതാപമാണ് ഇപ്പം. ഈ സഹതാപം കുറച്ച് കഴിയുമ്പോൾ ഭക്തിയായിട്ട് മാറും. പിന്നെ എല്ലാവരും അങ്ങ് ഏറ്റെടുക്കും. ഒത്തിരി വലിയ ഭക്തിയായി ആൾക്കാരും തീർത്ഥാടകരും ഇവരുടെ ആരാധകരും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങ് ഏറ്റെടുത്തോളും. പിന്നെ ഇവരെ നമുക്ക് തൊടാൻ പോലും പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഇന്നത്തെ ഏറ്റവും വലിയ അത്ഭുതം, എവിടെ പോയി ടെസ്റ്റ് റിസൾട്ട്? എന്തുകൊണ്ടാണ് ആ ടെസ്റ്റ് റിസൾട്ട് വരാത്തത്? ഇത്രയും സമയമായില്ലേ, കൂടിപ്പോയ ഒരാഴ്ച. ഇതിപ്പോൾ ഇത്രയും സമയമായിട്ടും ടെസ്റ്റ് റിസൾട്ടും വരുന്നില്ല, കേസ് ഒരു വഴിക്കുമായിട്ടില്ല, കേസ് ഇപ്പം നിർത്തി വെച്ചേക്കുവാണ്. സമയം വൈകും തോറും ആ ടെസ്റ്റ് റിസൾട്ട് വരുന്നതും വൈകും. പിന്നെ അത് നമുക്ക് കേൾക്കാൻ പോലും പറ്റത്തില്ല എന്താണ് സംഭവിച്ചത് എന്ന്. അത് മറച്ചു വെച്ചേക്കുവാണെന്നാണ് എൻ്റെ ബലമായ സംശയം. പിന്നെ അല്ലാതെ എന്തുകൊണ്ടാണ് ആ ടെസ്റ്റ് റിസൾട്ട് വൈകുന്നത്? ഏതായാലും പുതിയ ദൈവത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാണിച്ച ഓരോരോ മാർഗങ്ങൾ